ആമസോൺ പ്രൈം വീഡിയോയിൽ പുതുതായി റിലീസായ റെഡ് ക്വീൻ അഥവാ റെയ്ന റോജ എന്ന സ്പാനിഷ് ക്രൈം ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. What a fucking bitch. അന്റോണിയ സ്കോട്ട് എന്ന വളരെ ഇന്റലിജന്റ് ആയ ജീനിയസ് ആയിട്ടുള്ള ഒരു കുറ്റാന്വേഷകയുടെ കഥയാണ് റെഡ് ക്വീൻ. അവൾക്ക് കൂട്ടായിട്ട് ജോൺ എന്ന വളരെ ഫണ്ണി ആയിട്ടുള്ള ഒപ്പം വളരെ നല്ലൊരു മനസ്സിനുടമയും കൂടിയായ ഇൻസ്പെക്ടർ കൂടിയുണ്ട്. ഇവരുടേത് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ് കേട്ടോ. ഹൈ പ്രൊഫൈൽ കേസുകളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. പേഴ്സണലി എനിക്ക് വളരെ നന്നായിട്ട് ഈ സീരീസ് ഇഷ്ടപ്പെട്ടു. ഒരു ഹോംസ് ടച്ച് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഷെർലക് ഹോംസിന്റെ നിരീക്ഷണ പാഠവും ഒപ്പം ഹാനിബലിലെ വില്ലിനെ പോലെ അല്ലെങ്കിൽ മറ്റു പല ഇൻവെസ്റ്റിഗേഷൻ സീരീസിലെ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലെ ഇങ്ങനെ ക്രൈം സീന് മനസ്സിൽ റീക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവും ഇതിലെ കേന്ദ്ര കഥാപാത്രമായ അന്റോണിയയ്ക്കുണ്ട്. അതൊക്കെ രസമായിരുന്നു. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള മേക്കിങ്ങും വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള കഥയും സീരീസിന്റെ മികവുകളാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരെ ഹുക്ഡ് ചെയ്ത് നിർത്താനായിട്ട് ഈ സീരീസിന് സാധിക്കുന്നുമുണ്ട്. ഇതിന്റെ CGI അതുപോലെ എഡിറ്റിംഗ് ഒക്കെ കിടുവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ എപ്പിസോഡിന്റെയും അന്ത്യത്തിൽ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു ക്ലിഫ് ഹാങ്കർ നൽകിയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നാമത്തെ എപ്പിസോഡിന്റെ ഒക്കെ അവസാനം തന്നെ ആ ഒരു കുതിരയും കാറും രാത്രിയും ഒക്കെയുള്ള സീനൊക്കെ കിടുവായിരുന്നു. മൂന്നാമത്തെ എപ്പിസോഡിൽ അന്റോണിയോ ടാക്സി കാറിൽ കയറുന്നത്, ക്ലൈമാക്സിൽ സബ്വേയുടെ അടിയിലൂടെയുള്ള സീനൊക്കെ ഭയങ്കര രസമായിരുന്നു. അഭിനേതാക്കളുടെ ഒക്കെ പ്രകടനവും മികച്ചതായിട്ട് തന്നെ തോന്നി. പ്രത്യേകിച്ച് വിക്കി ലുവെങ്ക അവതരിപ്പിച്ച അന്റോണിയ, ഹോവിക് കിച്കേരിനെ അവതരിപ്പിച്ച ജോൺ എന്നീ ക്യാരക്ടേഴ്സിനെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്റോണിയോയും ജോണും തമ്മിലുള്ള ഒരു കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ കാർലയുടെ കഥാപാത്രം, കാർലയും ഹോർഹയും തമ്മിലുള്ള കണക്ഷൻ, ടാറ്റു ഡിസൈനറും അവളുടെ അച്ഛനും അതുപോലെ ജോണിന്റെ അമ്മ, എല്ലാറ്റിലും ഉപരി ഇതിലെ വില്ലൻ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. സോ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള നല്ല രീതിയിൽ എഴുതപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങൾ ഈ സീരീസിന്റെ കരുത്ത് തന്നെയാണ്. സീരീസിന്റെ ക്യാമറ, പ്രൊഡക്ഷൻ ഡിസൈൻ എന്നിവയും മികച്ചതാണ്. പശ്ചാത്തല സംഗീതവും സീരീസിന്റെ ആ ഒരു മിസ്റ്ററി മൂഡിന് ചേർന്ന് തന്നെയായിരുന്നു. അല്പം സ്ലോ പേസ്ഡ് ആണ് എന്നുള്ളതാണ് ഈ സീരീസ് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയത്തിന് എനിക്ക് തോന്നാനുള്ള ഒരു കാരണം. ചില്ലറ ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ സീരീസിന്റെ ചെറിയ നെഗറ്റീവായിട്ട് വരുന്നുമുണ്ട്. ക്ലൈമാക്സിലേക്ക് പോകുമ്പോഴേ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അസമയത്തുള്ള ചില തമാശകളൊക്കെ അല്പം വിയേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ചില്ലറ കുഴപ്പങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള മികച്ച ഒരു ക്രൈം ത്രില്ലർ സീരീസ് ആണ് ഇത്. ഞാൻ ഇതിനെ 4/5 റേറ്റിംഗ് നൽകിയ ഒരു മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയും. ത്രില്ലർ പ്രേമികൾക്ക് ഈ സീരീസ് ഇഷ്ടമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 50-52 മിനിറ്റുകളുള്ള 7 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. സീസൺ 2 ഒരു വഴി തുറപ്പിച്ചാണ് സീരീസ് അവസാനിപ്പിക്കുന്നത്. സ്പാനിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. മലയാളം ഡബ്ബിങ്ങും ഇതിന്റെ അവൈലബിൾ ആണ്. ഇതിന്റെ മലയാളം ഡബ്ബിംഗ് സാധാരണ പ്രൈമിലെ മലയാളം ഡബ്ബിങ്ങിന്റെ അത്ര എത്തിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നാണ് എനിക്ക് തോന്നിയത്.